നീ എന്ത് ചെയ്താലും കുറ്റമായി കാണുന്നില്ല. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത വേണം. അല്ലാതെ ആരെയെങ്കിലും ബോധിപ്പിക്കാനാകരുത് ചെയ്തു കൂട്ടുന്നത്. അവൻ്റെ കാൽക്കീഴിലേക്ക് നോക്കി പറഞ്ഞതും അപ്പോഴാണ് ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന കുറേയധികം പയർ ആര്യൻ കാണുന്നത്. ഛേ, സ്വയം ഒന്ന് പറഞ്ഞുകൊണ്ട് പുറകോട്ട് മാറി നിന്നതും നല്ല പയർ നോക്കി അച്ഛനും സച്ചിയേട്ടനും പെറുക്കിയെടുക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടില്ല. തലയൊന്ന് ചൊറിഞ്ഞു നിന്നു. പറയുമ്പോൾ നോട്ടം പോയത് അവളിലാണ്. ഞാൻ കെട്ടി താലിയുമിട്ട് കൊണ്ട് എനിക്കൊരു വിലയും നൽകാതെ നിൽക്കുന്നവളിൽ. അവളുടെ മുമ്പിൽ ആളാകാൻ നോക്കിയിട്ട് അതും തകർത്ത് നിൽക്കുന്ന ആളെയും നോക്കി. വല്ലതും കൂസലുമുണ്ടോ? ആ വണ്ണവും വെച്ച് ഒരു പ്രശ്നവുമില്ലാതെ കണ്ടത്തിലേക്ക് കിടന്ന പോലെ ഇരുന്നാണ് വാരുന്നത്. എപ്പോഴോ കൊട്ടയോടെ എടുത്ത് തലയിലേക്ക് വെച്ച് വന്നതും മുൻപേ നടക്കുന്ന അവളുടെ പുറകെ നടക്കുമ്പോൾ മിഴികൾ പോയത് അവളുടെ നർത്തത്തിനൊപ്പം ചലിക്കുന്ന നിതംബത്തിലേക്കാണ്. എത്ര ഞാൻ പറഞ്ഞിട്ടും കേൾക്കാതെ അനുസരണയില്ലാതെ എൻ്റെ കണ്ണും മനസ്സും പോയത് അങ്ങോട്ടേക്ക് മാത്രമായിരുന്നു. നെഞ്ചിടിച്ച് പതിവിലും ഉയർന്നതും ഒരു കൈകൊണ്ട് നെഞ്ചിലൊന്ന് ഇടിച്ചുകൊണ്ടേയിരുന്നു ആര്യൻ. അവളുടെ മുടി അമ്മച്ചിക്കെട്ട് പോലെ ഉയർത്തി കെട്ടിയിരിക്കുവാണ്. കഴുത്തിലൂടെ വിയർപ്പിനൊപ്പം ചെറിയ കുറുനിരകൾക്കൊപ്പം പറ്റിച്ചേർന്ന് അവൻ ഇട്ടുകൊടുത്ത താലിയും കിടപ്പുണ്ട്. പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ അഴിഞ്ഞു പോകുന്നത് പോലെയാണ് ആ കെട്ട്. എനിക്കെന്തുകൊണ്ടോ അതൊന്ന് അഴിഞ്ഞു കിടക്കുന്നത് കാണാൻ തോന്നി. ഏറ്റവും പ്രധാനം എന്തെങ്കിലും കാണിച്ച് അവളെ വളയ്ക്കുക. കാമുകിമാരെ വളയ്ക്കുന്ന പോലെ എളുപ്പമല്ല ഭാര്യമാരെ വളച്ചൊടിക്കുന്നതെന്ന്. നെഞ്ചിൽ നിന്ന് കൈയെടുത്ത് അവൾക്ക് നേരെ നീട്ടിയതേ. കുഞ്ഞളിയോ, നേരെ നോക്കി നടക്കണേ, വീണാൽ നാറും. ആ അളിയൻ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞതേ നാലായി വലിച്ചു കീറാൻ തോന്നി. തലയിലെ കെട്ടയുൾപ്പെടെ തിരിഞ്ഞു നോക്കി. വല്ലാത്തൊരു ആക്കി ചിരിയോടെ നിൽപ്പുണ്ട്. സച്ചിയേട്ടനും ചേച്ചിയും ഇന്ന് പോകുമോ അതോ നാളെയേ ഉള്ളോ? എന്താണ് കുഞ്ഞളിയന് തിരക്കായോ ഞങ്ങളെ പറഞ്ഞു വിടാൻ? നാളെ നമ്മൾ ഒരുമിച്ച് പോകും. രാവിലെ ആനന്ദും ഭാര്യയും വരുന്നുണ്ട്. നിങ്ങളും പോരുന്നില്ലേ വിരുന്നിന്? അല്ല, കൃഷ്ണയ്ക്ക് അടുത്ത ആഴ്ച മുതൽ ബാങ്കിൽ പോകേണ്ടതല്ലേ, പിന്നെ സമയം കിട്ടില്ല. അതിനു മുമ്പേ വിരുന്നൊക്കെ നടക്കട്ടെ അല്ലേ അച്ഛാ? എന്നോട് പറയുന്ന കൂടെ പുറകിൽ ഒരു ഞാലിപ്പൂവനെ കൊലയും പിടിച്ച് വരുന്ന അച്ഛനോടായി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടൻ. വിരുന്ന് അതൊന്നും വേണ്ട, അവർ പോകട്ടെ. ഇവരാദ്യം ജീവിക്കാൻ പഠിക്കട്ടെ, എന്നിട്ട് മതി വിരുന്ന്. ആ പെങ്കൊച്ച് ജോലിക്ക് പോകട്ടെ. എന്നെ ഒന്ന് കടുപ്പിച്ച് നോക്കിയാണ് പറയുന്നത്. വല്ലാത്തൊരു ദേഷ്യം തോന്നിയതും അവരെ എല്ലാവരെയും കടന്ന് കുറച്ച് വേഗതയിൽ തന്നെ മുമ്പോട്ട് പോയി. അങ്ങനെ പറയണ്ടായിരുന്നു അച്ഛാ. എന്താന്ന് പറഞ്ഞാലും കുറച്ച് കുട്ടിത്തമുണ്ടെന്നല്ലാതെ അവൻ പാപമാണ്. അവനാകെ പെട്ടു നിൽക്കുക. ഓർക്കാപ്പുറത്തൊരു കല്യാണവും അടിച്ചു പൊളിച്ച് നടന്നതല്ലേ. എനിക്കുറപ്പുണ്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നല്ലൊരു ഉത്തരവാദിത്വമുള്ളവനാകും അച്ഛൻ. നോക്കിക്കോ. നല്ല ദേഷ്യത്തിൽ ചവിട്ടി തുള്ളി പോകുന്നവനെ നോക്കി പറഞ്ഞു സച്ചിൻ. അവരും പോരട്ടെ അച്ഛാ. വേണ്ട സച്ചി, അത് വേറെ ഒന്നുകൊണ്ടുമല്ല. എൻ്റെ മോനെ എനിക്കറിയാമല്ലോ. ആനന്ദിനും ആ പെൺകൊച്ചിനുമൊപ്പം അവർ പോകണ്ട, അതുകൊണ്ടാണ്. മറ്റൊരു ദിവസം ഇവരെ രണ്ടുപേരെയും നിങ്ങൾ വിളിച്ചാൽ മതി. കൃഷ്ണയുടെ മനസ്സ് ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാകും. എൻ്റെ ആദിമോളാണ് ആ അവസ്ഥയിലെങ്കിലോ. ഇപ്പോൾ അവളും നമ്മുടെ വീട്ടിലെ കുട്ടിയാണ്. അതിൻ്റെ കണ്ണ് നിറഞ്ഞുകൂടാ. അവർക്ക് മുമ്പിൽ ആ കുട്ടി ചെറുതായിക്കൂടാ. തീർത്തു പറയുമ്പോൾ മുൻപേ ആതിരയോട് എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ച് നടക്കുന്ന കൃഷ്ണയിലായിരുന്നു അയാളുടെ മിഴികൾ. അവർ ചെന്ന് കയറുമ്പോൾ കണ്ടു വരാന്തരയിലിരുന്ന് കപ്പിൽ മോരുവെള്ളം കുടിക്കുന്ന ആര്യനെ, അവൻ്റെ നെറ്റിയിലെ വിയർപ്പ് തൂത്തു കൊടുത്ത് വീശിക്കൊടുക്കുന്ന അമ്മയെയും. കൃഷ്ണ അടുത്തേക്ക് വന്നതും കപ്പിലെ മോരുവെള്ളം അവൾക്ക് നേരെ നീട്ടി ആര്യൻ. മേടിക്കാതെ ഒന്ന് മടിച്ചുകൊണ്ട് ആതിരയെ നോക്കിയതും കണ്ണുകൊണ്ട് മേടിച്ചോളാൻ പറഞ്ഞതും കൈ നീട്ടിയത് ചുണ്ടോടെ അടുപ്പിക്കുമ്പോൾ ഒരുവൻ തൻ്റെ മനസ്സിൽ ആദ്യ ജയം ആഘോഷിക്കുന്നത് അവൾ അറിഞ്ഞില്ല. മോരുവെള്ളം കുടിച്ചിട്ട് കപ്പ് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി കൃഷ്ണ. പിന്നെ ആതിരയ്ക്കൊപ്പം അകത്തേക്ക് നടന്നു.
നിന്നെ എന്നല്ല, നിന്നേക്കാളും ജാടയുള്ളവന്മാരെ വീഴ്ത്തിയവനാണ് ഈ മനു. പിന്നെയല്ലേ ഒരു ബാങ്ക് മാനേജർ. ബനിയൻ്റെ കോളറൊന്ന് പൊക്കിക്കൊണ്ടവൻ സ്വയമേ ഓർത്തുകൊണ്ട് പിന്തിരിഞ്ഞതും കണ്ടു രൂക്ഷമായി തന്നെ നോക്കുന്ന സച്ചിയെ. ആ കണ്ണുകൾ തന്നെ സംശയത്തോടെ വീക്ഷിക്കുന്ന കണ്ടതും ഒന്ന് ചിരിച്ചു മനു. എന്താണ് ഒരു ജാടയിടൽ? എന്ത് ജാട? ആവി എടുത്തിട്ടാ, അല്ലാതെ ഒന്നുമില്ല, പറയുകയും ബനിയൻ്റെ ഇടയിലൂടെ ഊതി വിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഇടം കണ്ണാൽ ഒന്ന് നോക്കാനും മറന്നില്ല ആര്യൻ. പാര അളിയൻ, ഇന്നോർക്ക് എന്തിൻ്റെ കേടാണ്? മനസ്സിൽ നല്ലതുപോലെ ഒന്ന് സ്മരിച്ചു സച്ചിയെ. ഓ ആവി, അത് ആദ്യമായി ശരീരം അനങ്ങിയതിൻ്റെ ആകും. അപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്നതോ? അന്നേരം വിയർക്കാറുണ്ട്, പിന്നെ കളിക്കുമ്പോഴും വിയർക്കാറുണ്ട്. എന്നിട്ടെന്തെങ്കിലും പ്രയോജനമുണ്ടായിട്ടുണ്ടോ കുഞ്ഞളിയോ ആ വിയർപ്പ് തുള്ളികൾ കൊണ്ട്? എളിയിൽ കുത്തി നിന്നുകൊണ്ട് സച്ചി കളിയാക്കി തന്നെ ചോദിച്ചു കളഞ്ഞു. ഉണ്ടോന്നോ? സച്ചിയേട്ടന് തോന്നിയില്ല? ഇല്ല. അവൻ 2 കൈയുടെയും ബനിയൻ ചുരുട്ടി വെച്ച് കൊണ്ട് മസിൽ പിടിച്ചു കാണിച്ചു. ഇത് പിന്നെ എന്താ? പിന്നെ ഇതോ, നോക്ക്, കണ്ണു തുറന്നു നോക്ക്. പറയുകയും വലം കൈയാൽ ബനിയൻ വയറിൽ നിന്ന് ഉയർത്തി നെഞ്ചുവരെ കാണിച്ചുകൊണ്ട് മുഖം ഉയർത്തിയതും കണ്ടു സച്ചിയേട്ടൻ്റെ പുറകിലായി ആദി ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന കൃഷ്ണയെ. ആ കണ്ണുകൾ കുറച്ച് തുറച്ചിട്ടില്ലേ എന്ന് തോന്നിയതും ബനിയൻ താഴ്ത്തിയിട്ടുകൊണ്ട് അവളെ ഒന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ട് മുഖം താഴ്ത്തി അകത്തേക്ക് ഓടിക്കയറിപ്പോയിരുന്നു ആര്യൻ. അവൻ നാണിച്ച് ഓടിപ്പോകുമ്പോൾ കൃഷ്ണയുടെ ചുണ്ടിൽ നേരത്തെ ഒരു ചിരി ഉണ്ടായിരുന്നു. ആ ചിരി മായാതെ തന്നെ നോക്കിയത് സച്ചിയെയായിരുന്നു. പോത്തുപോലെ വളർന്നുവെന്നേ ഉള്ളൂ പാവമാ കൃഷ്ണ. സച്ചി അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് ചിരി മാഞ്ഞു പോയിരുന്നു അവളുടെ. കൃഷ്ണ, താൻ പോയി കുളിച്ചോടോ, ദേഹം മുഴുവൻ ചേറുണ്ട്. ചേച്ചി ചുരിദാറിൻ്റെ പുറകുവശം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതേ അവൾ അകത്തേക്ക് നടന്നു. ഇടാനുള്ള തുണിയും എടുത്ത് കുളിമുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ എണ്ണയുടെ കാര്യം ഓർത്തത്. തുണി ബെഡിലിട്ടുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നതും പടിയിൽ കാലിടിച്ചു കൊണ്ടവൾ ഊണുമുറിയിലെ കസേരയിലേക്ക് ഇരുന്നു പോയി. വേദന കൊണ്ട് ഇറുക്കി അടച്ച കണ്ണുകൾ ചിമ്മി തുറന്നതും കണ്ടു തൻ്റെ മുമ്പിൽ കുഞ്ഞിരിക്കുന്നവനെ. അവൻ കാലിനെ തൊട്ട് കയ്യിലെടുത്ത് നോക്കുന്നത് കണ്ടതും ഞെട്ടിയ പോലെ കാല് പുറകോട്ട് വലിച്ചേച്ചു കൃഷ്ണ. എടോ പയ്യെ, വേദനിക്കും, ഞാൻ നോക്കട്ടെ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കാലെടുത്ത് തൻ്റെ കാലിന്മേലേക്ക് വെച്ചു. കുഴപ്പമില്ല. കാല് വലിച്ചുകൊണ്ട് എഴുന്നേറ്റ് സ്ലാബിൽ നിന്ന് എണ്ണക്കുപ്പി തുറന്ന് കയ്യിലേക്ക് എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് നടന്നു അവൾ. കുഞ്ഞു വിരലിൻ്റെ നഖം കുറച്ച് അടർന്നു പോയിട്ടുണ്ട്. നല്ല വേദനയുണ്ട്, എങ്കിലും അത് സഹിക്കാൻ പറ്റും തനിക്ക്. പോകുമ്പോൾ തിരിഞ്ഞൊന്ന് നോക്കാൻ മറന്നില്ലവൾ. അപ്പോഴും തന്നെ നോക്കി ഇരിക്കുന്ന മനുവിനെ കണ്ടതും പതർച്ചയുടെ മുഖം മാറ്റിക്കളഞ്ഞു. മുടിയിൽ എണ്ണ തൂത്തുകൊണ്ട് നിൽക്കുമ്പോൾ പുറകിൽ കാൽപ്പെരുമാറ്റം കേട്ടതും മനുവാണെന്ന് വിചാരിച്ചവൾ തിരിഞ്ഞു നോക്കി. ആനന്ദിനെ കണ്ടതും കുറച്ച് പിറകോട്ട് നീങ്ങി നിന്നുകൊണ്ട് അവനെയും കടന്നു പോകാൻ തുടങ്ങി. കൃഷ്ണ, തനിക്ക് എന്നോട് പിണക്കമുണ്ടോ? എല്ലാത്തിനും സോറി. ഞാൻ കാരണമാണല്ലോ തനിക്ക് മനുവിനെ കല്യാണം കഴിക്കേണ്ടി വന്നത്. അവനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ള കുഞ്ഞാണ്. അവൻ്റെ വാക്കുകളിലെ പരിഹാസം അറിഞ്ഞതും പുച്ഛം തോന്നിപ്പോയി കൃഷ്ണയ്ക്ക്. പിണക്കമില്ലെന്ന് പറഞ്ഞാൽ നുണയാകും. പിന്നെ എൻ്റെ വിധി ഇതാകും. സാരമില്ല, എന്നെക്കുറിച്ച് എനിക്ക് വിഷമമില്ല. എൻ്റെ വീട്ടുകാർ, എൻ്റെ അമ്മ. വാക്കുകൾ പാതിയിൽ മുറിഞ്ഞിരുന്നു. അവനെയും കടന്ന് അടുക്കള പടിവാതിലും കടന്ന് പോകാൻ തുടങ്ങിയതും കണ്ടു തങ്ങളെ 2 പേരെയും നോക്കി നിൽക്കുന്ന വേണിയെ. നേർത്തൊരു ചിരിയോടെ അകത്തേക്ക് നടന്നു കൃഷ്ണ. എന്തിനാ ആനത് എപ്പോഴും അവളോട് സോറി പറയാൻ നിൽക്കുന്നത്? എന്നെ ചെറുതാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. വോക്കിംഗ് സ്റ്റിക്കിനെ കയ്യിൽ പിടുത്തം മുറുക്കിക്കൊണ്ടവൾ പറഞ്ഞതേ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു ആനന്ദ്. തെറ്റ് ചെയ്തത് ഞാനാണ്. അപ്പോൾ മാപ്പ് പറഞ്ഞതിൽ തെറ്റില്ല വേണി. ഞാൻ കാരണമല്ലേ മനുവിനെ പോലെ ഒരുവനെ അവൾക്ക് വിവാഹം കഴിക്കേണ്ടി വന്നത്? കൃഷ്ണയെപ്പോലെ ഇൻ്റലിജൻറ്റും സാമർഥ്യമുള്ള ഒരാൾക്ക് മനുവിനെ പോലെ ഒരാൾ ചേരില്ല. അതാണ്. അതെന്താടാ, അവൻ അത്ര മോശമാണോ? നിന്റെ അനിയനല്ലേ?
അച്ഛൻ്റെ വാക്കുകൾക്കൊപ്പം അടുത്തേക്ക് വരുന്നത് കണ്ടതും ആനന്ദിനൊപ്പം വേണിയും ഒന്ന് പതറിപ്പോയിരുന്നു. അച്ഛ, അത് വേറൊന്നുമല്ല, കൃഷ്ണയുടെ അത്ര എഡ്യൂക്കേറ്റഡ് അല്ലല്ലോ നമ്മുടെ മനു. എൻജിനീയറിങ് പാസ്സായിട്ടുമില്ല. അതാണ്, വേറെ നല്ലൊരു ബന്ധം അവൾക്ക് കിട്ടിയേനെ. മുണ്ടും മടക്കി കുത്തി കൊണ്ടവനെ ആകെ മൊത്തം ഒന്ന് നോക്കി കളഞ്ഞു പോവൻ. ഓ, എൻ്റെ മോന് ഇപ്പോഴാണോ ആ പാവം പെൺകൊച്ചിനെക്കുറിച്ചുള്ള ചിന്ത വന്നത്? അത് വേണ്ട, അതിനൊരച്ഛനായി ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ അവളെ താലി കെട്ടിവനും. അവൻ നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര മോശമല്ല. ഒരു ജോലി ഏൽപ്പിച്ചാൽ കുറച്ച് മടിച്ചിട്ടാണെങ്കിലും നല്ലതുപോലെ ചെയ്യും. അതല്ല അച്ഛ ഞാൻ ഉദ്ദേശിച്ചത്. കുഴപ്പമില്ല, അറിയാം. ചെല്ല്, നിങ്ങൾ എങ്ങോട്ടോ പോകാൻ ഒരുങ്ങിയതല്ലേ, സമയം കളയണ്ട. ക്കുന്ന വേണിയെ നോക്കി ചോദിച്ചു. തോളത്ത് കിടക്കുന്ന തോർത്തിനെ ഒന്ന് കുടഞ്ഞ് രണ്ടുപേരെയും ഇരുത്തിയൊന്ന് നോക്കിയിട്ട് വെളിയിലേക്ക് നടന്നിരുന്നു അയാൾ. നന്ദു, നമുക്ക് പോകാം, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടില്ല. വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് വേണി പറഞ്ഞതും തലയാട്ടിക്കൊണ്ട് നടന്നു. നീ ഇറങ്ങിക്കോ, ഞാനിപ്പോൾ വരാം. ഷർട്ടിൻ്റെ കൈയൊന്ന് തിരികെ കയറ്റിക്കൊണ്ട് മനുവിൻ്റെ മുറിയിലേക്ക് ചെന്നു അവൻ. കട്ടിലിൽ ചാരിക്കിടന്ന് ഫോണിൽ ഗെയിം കളിക്കുകയാണ്. താൻ അടുത്തു വന്നതുപോലും അവൻ അറിഞ്ഞിട്ട് പോലുമില്ല. മനു, ആ നന്ദുവേട്ടൻ എങ്ങോട്ടെങ്കിലും പോകുവാണോ? ചോദിക്കുമ്പോഴും കണ്ണുകൾ ഫോണിലാണ്. കൈയും ശരീരവും അതിനൊപ്പം ചലിക്കുന്നുണ്ട്. നീ സിനിമയ്ക്ക് വരുന്നുണ്ടോ? എന്താ? മനസ്സിലാകാത്ത പോലെ ചോദിച്ചു. ഞങ്ങൾ പോകുക, നീയും കൃഷ്ണയും കൂടെ പോരെ. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എവിടെയും പോയില്ലല്ലോ. അവൻ ഫോൺ ഓഫാക്കി ബെഡിലേക്ക് വെച്ചുകൊണ്ട് എഴുന്നേറ്റു. സിനിമയോ? അവൻ്റെ കണ്ണൊന്ന് തിളങ്ങി. പിന്നെ എന്തോ ഓർത്ത പോലെ ഇട്ടിരിക്കുന്ന ബെർമുടയുടെ ഇരു പോക്കറ്റിൽ കൈയിട്ട് തുണിയെടുത്ത് കാണിച്ചു. അതെ, നോ മണി. ചേട്ടൻ പോയിട്ട് വാ. പോക്കറ്റ് മണി പോലുമില്ല. അവനത് പറഞ്ഞതേ 500-ൻ്റെ 2 നോട്ട് അവൻ്റെ നേർക്ക് നീട്ടി ആനന്ദ്. നീ വാ, ടിക്കറ്റ് ഞാൻ എടുത്തോളാം. എന്നാൽ ഡബിൾ ഓക്കെ പറയുകയും അവൻ കൃഷ്ണയുടെ മുറിയിലേക്ക് നടന്നിരുന്നു. വാതിലിൽ മുട്ടിയതും അവൾ കതവ് തുറന്നു. കുളിച്ച് മുടി തോർത്തിക്കൊണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്നവളെ ഒരു നിമിഷം നോക്കി നിന്നുപോയി ആര്യൻ. എന്താ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ഇരു കണ്ണുകൾ വിടർത്തി കൊണ്ടവൻ ചോദിക്കുമ്പോൾ നെഞ്ചിലൊരു തണുപ്പ് പടർന്നു. എങ്കിലും സംശയത്തോടെ അവൻ നോക്കിപ്പോയി കൃഷ്ണ. അതെ, താൻ പൈസ എടുക്കണ്ട, ഞാൻ എടുത്തോളാം പറയുകയും 500-ൻ്റെ 2 നോട്ട് അവൾക്ക് നേരെ നീട്ടി. ഇതെവിടുന്നാ മനു? ഗോപൻ അടുത്തേക്ക് വന്നു. മനു എന്തെങ്കിലും പറഞ്ഞതിന് മുമ്പേ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞിരുന്നു. തുടരും. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.